നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവ പരിജ്ഞാനിയായ ദൈവം, നിത്യനായ ദൈവം, ദയുള്ള മഹാകരുണയുള്ള ദൈവം, അവനത്ര വലിയവനാണ്. ഈ ദൈവത്തെക്കുറിച്ച്, ദൈവികമായ സവിശേഷതകളെക്കുറിച്ച് വർണ്ണിപ്പാൻ നാവുകൾ പോരാ. ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവനും പറഞ്ഞാലും, ഒരു മനുഷ്യൻ പഠിച്ച വിദ്യാഭ്യാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പറഞ്ഞാലും തീർക്കുവാൻ കഴിയാത്ത വണ്ണം അത്രമാത്രം ആഴവും ഉയരവുമുള്ളതാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയുന്നത്. 24-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകും. എത്ര അനുഗ്രഹീതമായ, എത്രമാത്രം ദൈവത്തെ എടുത്തു പറയുന്ന ഒരു വാക്യമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഭൂമിയും അതിൻ്റെ സകല പൂർണ്ണതകളും. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം എടുത്തു പറയുവാൻ ഇതുവരെയും മനുഷ്യന് സാധിക്കാത്ത, ഇതുവരെയും മനുഷ്യൻ കണ്ടുപിടിക്കാത്ത അനേക സത്യങ്ങൾ പിന്നെയും ഈ ഭൂമിയിൽ ഒളിഞ്ഞു കിടക്കുമ്പോഴും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ദൈവിക ശക്തിയെക്കുറിച്ച്, സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ നമുക്ക് കഴിയും: ഭൂമിയും അതിൻ്റെ സകല പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ സകല നിവാസികളും യഹോവയ്ക്കുള്ളതാകും. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ഏത് ഭൂഖണ്ഡങ്ങളിലും ഉള്ള വ്യക്തികൾ മാത്രമല്ല, ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും, ഇഴജന്തുക്കളും ജലജന്തുക്കളും സകല ജീവജാലങ്ങളും അത് യഹോവയ്ക്കുള്ളതാണ്. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ പരമാർത്ഥത ഇനിയും തെളിയിക്കേണ്ട ഒരു സത്യമൊന്നുമല്ല, തെളിയിക്കപ്പെട്ട സംഗതി തന്നെയാണ്. അങ്ങനെയെങ്കിൽ സകല ഭൂതലത്തിലെ സകല നിവാസികളും യഹോവയ്ക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ നാം ദൈവത്തിൻ്റെ വകയാണ്, നാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തെ സേവിക്കുവാൻ, സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ നാം എല്ലാവരും കടപ്പെട്ടവരാണ്. സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കാൻ, മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുമാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ ദൈവമാഹാത്മ്യത്തെ, ദൈവികമായ സവിശേഷതകളെ മനസ്സിലാക്കിക്കൊണ്ട് സൃഷ്ടിയായ മനുഷ്യരായ നാം സൃഷ്ടാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ദൈവത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.